നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. കുട്ടിക്ക് മുഖത്ത് ഗുരുതര പരിക്കുണ്ട്. പ്രദേശത്തെ മറ്റ് 2 പേർക്കും കടിയേറ്റിട്ടുണ്ട്. തൃത്താല ആശുപത്രി മേൽഭാഗം പ്രദേശത്ത് താമസിക്കുന്ന അഷ്റഫിന്റെ മകൻ 4 വയസ്സുള്ള ബിലാലിനാണ് കടിയേറ്റത്. രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പാഞ്ഞെടുത്ത തെരുവ് നായ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ചുണ്ടിലും കവിളിലും കഴുത്തിന്റെ പുറകുവശത്തും തലയിലുമെല്ലാം നായയുടെ കടിയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ആക്രമിച്ച് തെരുവ് നായ ഓടിമറഞ്ഞു. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസിയായ 70 വയസ്സുള്ള അപ്പു ആശുപത്രി മേൽഭാഗം പ്രദേശത്ത് ജോലികൾക്കായി നടന്നുപോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശിനിയെയും നായ ആക്രമിച്ചിട്ടുണ്ട്. കടിച്ച തെരുവ് നായയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഞാനിവിടുന്ന് അപ്പാട് പോയിട്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കരച്ചിൽ കേട്ട പോലെ തോന്നി. ഞാൻ ഓടി ഇറങ്ങുമ്പോ അഷറും മോനെടുത്തിട്ട് ഓടുന്നതാ കാണുന്നത്. പിന്നെ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ എപ്പോഴും കരയാൻ തുടങ്ങി പേടിച്ചിട്ടേ. പുറത്തേക്ക് പിന്നെ ഒരാൾ വരികയെന്നില്ല. അപ്പം മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് വേറെ ആൾ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു മില്ലുണ്ട്, ആ മില്ലിലേക്ക് പോവാണെന്ന് പറഞ്ഞതാ. അങ്ങനെ പോണ വഴിക്കാണ് കടിക്കുന്നത് ആളെ. പിന്നെ ഇവിടെ വേറൊരു പെൺകുട്ടി, ഒരു സ്ത്രീ ഇവിടെ പണിയെടുക്കാണ്ട്. ആ പണിയെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കയറി അതിനും കടിച്ചു പറഞ്ഞു. പിന്നത്തെ വരവാണ് ഇവിടെ വന്നിട്ട് ഈ കുട്ടിയെ കടിച്ചത്. പിന്നെ എങ്ങോട്ട് പോയിന്ന് അറിയില്ല. പിന്നെ ഒന്നിനെ ഞാൻ ഇപ്പോൾ ഒരു നായനെ കണ്ടു, അതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ മുറിയുണ്ട്. പിന്നെ ചുണ്ടൊക്കെ കടിച്ചു പൊളിക്കാൻ മതിയില്ല. തൃത്താല മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. വ്യാഴാഴ്ച രാവിലെ 4 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്കാണ് നായയുടെ കടിയേറ്റത്. മേഖലയിലെ പ്രധാന പാതയിലും ആൾസഞ്ചാരം കുറഞ്ഞ ഇടവഴികളിലുമാണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. പ്രധാന പാതയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത് വാഹനയാത്രക്കാരെയാണ് ദുരിതത്തിലാക്കുന്നത്. കൂറ്റനാട് തൃത്താല റോഡ്, തൃത്താല അങ്ങാടി, തൃത്താല കുമ്പിടി റോഡ്, തൃത്താല എടപ്പാൾ റോഡ്, ചാത്തന്നൂർ സ്കൂൾ റോഡ്, കൂറ്റനാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് പുറമെ ആനക്കര, കുമ്പിടി, കുമരനെല്ലൂർ, പട്ടിത്തറ, കപ്പൂർ, ചാലശ്ശേരി മേഖലയിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ആനക്കര AWH കോളേജ് കുന്നിൽ രാത്രികാലങ്ങളിൽ 100 കണക്കിന് തെരുവുനായ്ക്കളാണ് തമ്പടിക്കുന്നത്. ഇവയെല്ലാം പരസ്പരം കടിപിടികൂടി യാത്രക്കാരെ ഉപദ്രവിക്കുന്നതും പതിവാണ്. ഇതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള പ്രദേശവാസികൾ ഭയപ്പാടോടുകൂടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. രാവിലെ നടക്കാനിറങ്ങുന്നവർ, വ്യാപാരികൾ, പത്രവിതരണക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. തെരുവുനായ്ക്കൾ ബൈക്ക് യാത്രക്കാരെ ആക്രമിക്കുന്നതും യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും തൃത്താല മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പതിവായി മാറുകയാണ്. പൊതുസ്ഥലത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതാണ് നായ്ശല്യം രൂക്ഷമാകാൻ കാരണം. റോഡ് സൈഡിലും മറ്റും ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും മറ്റും റോഡിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നിടുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 16ഓളം പേർക്കാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത്. കൂടാതെ വളർത്തുമൃഗങ്ങളെയും കോഴികളെയും മറ്റും തെരുവുനായ്ക്കൾ വ്യാപകമായി കൊന്നൊടുക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന യുവാവിന് ഗുരുതര പരിക്ക്. ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീപ്പൊരി സ്പാർക്ക് ആവുകയും പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് തീ പടരുകയുമായിരുന്നു. ഗുരുതരാവസ്ഥയിലായ മുഹമ്മദ് ഫാരിസിനെ ഉടൻ തന്നെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 90% പൊള്ളലുള്ള മുഹമ്മദ് ഫായിസിന്റെ അപകടനില തരണം ചെയ്യാനായിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇനി ദേശചരിതം. മൂന്ന് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നുവെന്ന പ്രത്യേകതയുള്ള തദ്ദേശ സ്ഥാപനമാണ് ചാലിശ്ശേരി. ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ വന്നെങ്കിലും സീറ്റ് നിലയിലെ തലപ്പൊക്കം UDFനെ കഴിഞ്ഞ 3 തവണയും ഭരണത്തിലെത്തിച്ചു. എന്നാൽ ഇക്കുറി എന്ത് വില കൊടുത്തും ഭരണത്തിലെത്താൻ LDFും നിലനിർത്താൻ UDFും കരുത്ത് തെളിയിക്കാൻ BJPയും ജീവൻ മരണ പോരാട്ടത്തിലാണ്. രാഷ്ട്രീയത്തിലുപരി പഞ്ചായത്തിന്റെ പ്രത്യേകതകൾ, ഫുട്ബോൾ, പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരം, കൃഷി എന്നിവയോടുള്ള ജനങ്ങളുടെ ഇഷ്ടമാണ്. പാലക്കാടിന്റെ കൃഷി പാരമ്പര്യവും തൃശൂരിന്റെ പൂരപ്രേമവും മലപ്പുറത്തിന്റെ ഫുട്ബോൾ കമ്പവും ഈ നാടിന് പ്രത്യേകത നൽകുകയാണ്. കൂടാതെ ഈ 3 ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നു എന്നതും ചാലിശ്ശേരിയെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. 2015 പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ
5 വർഷത്തിനിടയിലെ ചാലിശ്ശേരി പഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റായാണ് റംല വീരാൻകുട്ടി അന്ന് ഭരണത്തിലെത്തിയത്. 15 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ CPM-നും കോൺഗ്രസിനും 7 വീതവും ലീഗിന് ഒരാളുമാണുണ്ടായിരുന്നത്. UDF-ലെ 8 അംഗങ്ങളുടെ പിന്തുണയിൽ ആദ്യ 3.5 വർഷം കോൺഗ്രസിലെ TK സുനിൽകുമാറായിരുന്നു പ്രസിഡന്റ്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF ധാരണ പ്രകാരം അവസാന 1.5 വർഷം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റാക്കണമെന്ന തീരുമാനം ലംഘിച്ചെന്നാരോപിച്ച് മുസ്ലിം ലീഗ് UDF ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് അംഗം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ലീഗ് അംഗം അക്ബർ ഫൈസൽ പ്രസിഡന്റായി. പിന്നീട് പഞ്ചായത്തിലെ UDF-നുള്ളിലെ പടലപ്പിണക്കങ്ങൾ തീർത്തതോടെ ലീഗ് UDF-നൊപ്പമായി. തുടർന്ന് ലീഗ് ആവശ്യപ്പെട്ടതനുസരിച്ച് അക്ബർ ഫൈസൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനു ശേഷം റംല വീരാൻകുട്ടി ഭരണസാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. അതേസമയം തന്നെ പഞ്ചായത്തിലെ CPM-ലെ ആനി വിനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. പിന്നീട് 2020-ലെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. 15 സീറ്റുകളിൽ 6 സീറ്റുകളിൽ UDF-ഉം 7 സീറ്റുകളിൽ LDF-ഉം വിജയിച്ചപ്പോൾ 2ാം വാർഡായ തണ്ണീർക്കോട് നിന്നും വിജീഷ് കുട്ടനും 12ാം വാർഡായ തെക്കേക്കരയിൽ നിന്നുമായി നിഷ അജിത് കുമാറും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിക്കുകയും ചെയ്തു. തുടർന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടെ UDF-ന് ഭരണം ലഭിച്ചു. UDF ഭരണസമിതിയിൽ സ്വതന്ത്രനായ വിജീഷ് കുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിലെ സാഹിറ ഖാദർ വൈസ് പ്രസിഡന്റാവുകയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ BJP-യും ശക്തമായി ഇത്തവണ രംഗത്തുണ്ട്. ഭരണം തിരിച്ചുപിടിക്കാൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കി CPM-ഉം മുന്നോട്ട് വന്നിട്ടുണ്ട്. ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് 3 മുന്നണികളും. 15 വാർഡുകളിലായി 6 UDF അംഗങ്ങളും 7 LDF അംഗങ്ങളും 2 സ്വതന്ത്ര അംഗങ്ങളുമായിരുന്നു ഉള്ളത്. 2025-ലെ വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 17ആയി ഉയർന്നു. 5 വർഷത്തെ ഭരണം ചാലിശ്ശേരി പഞ്ചായത്തിനെ വികസനത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കുവാൻ സാധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു. ആലിക്കര അംഗൻവാടി നവീകരണം, ചാലിശ്ശേരി ഹോമിയോ ആശുപത്രി അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കൽ, പാലക്കൽ പീടിക അംഗൻവാടി അറ്റകുറ്റപ്പണി, കിഴക്കേമുക്ക് മബറൂഖ് ശാഖ റോഡ് ഗതാഗത യോഗ്യമാക്കൽ, കുളക്കുന്ന EK മൊയ്തുണ്ണി സ്മാരക റോഡ് നവീകരണം, പടാട്ടുകുന്ന്, തെക്കേക്കര എന്നീ പൊതുകിണറുകളുടെ അറ്റകുറ്റപ്പണി, കരിമ്പ അങ്കണവാടിയിലെ അറ്റകുറ്റപ്പണികൾ, MCF-കൾക്ക് മേൽക്കൂരകൾ നിർമ്മിച്ചു നൽകൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായതെന്ന് വിജേഷ് കുട്ടൻ പറഞ്ഞു. സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു മിനി സിവിൽ സ്റ്റേഷനാണ്. ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, മണ്ഡപം ഉൾപ്പെടെ ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മിനി സിവിൽ സ്റ്റേഷൻ പറയുന്നത്. അവിടെ നമുക്കൊരു ടേക്ക് ബ്രേക്ക് തുടങ്ങിയൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അയ്യങ്കാളി ഗൈഡൻസ് വനിതാ തൊഴിൽ പരിശീലകൻ എന്ന് നമുക്ക് വനിതകൾക്ക് തൊഴിൽ പരിശീലനം, അതുപോലെ തന്നെ SC വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10 ലക്ഷം രൂപ ചിലവഴിച്ചിട്ട് നമ്മുടെ സ്ഥാപനം അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര വികസനം, നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി സർക്യൂട്ട്, സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി സർക്യൂട്ട് കൊടുത്ത് തുടങ്ങിയിട്ട് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 5ാം വാർഡിൽ വെച്ചിട്ടാണ്. അത്രയും കാര്യങ്ങളൊക്കെ വലിയ നേട്ടം പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 87-ാം നമ്പർ അംഗൻവാടിക്ക് ചുറ്റുമതിൽ നിർമ്മിക്കൽ, തണത്തറ പാലത്തിന് സമീപം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കൽ, ആയുർവേദ ആശുപത്രി നവീകരണം നടത്തൽ, ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കൽ, പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം കാനകൾ നിർമ്മിക്കൽ, കാർഷിക മേഖലയ്ക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തൽ, കൃഷിഭവൻ വഴി കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകൽ, വിവിധ ഭവന പദ്ധതികൾ നടപ്പിലാക്കൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കൽ, പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ, ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകൽ, സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, ഗ്രാമീണ റോഡുകൾ മികവുറ്റതാക്കാൻ സാധിച്ചു എന്നിവയെല്ലാം തന്റെ ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു. അതേസമയം അധികാര വടംവലിയും വികസന മുരടിപ്പുമാണ് ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണത്തിന്റെ നേർക്കാഴ്ചകളെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PV രജീഷ് കുമാർ പറഞ്ഞു. പഞ്ചായത്തിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലി കാരണം വികസന പ്രവർത്തനങ്ങൾ താറുമാറായതായി LDF അംഗം ആനി വിനു കുറ്റപ്പെടുത്തി. ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. വിവിധ വാർഡുകളിലെ ഗ്രാമീണ റോഡുകൾ തകർച്ചയിലാണ്. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. പഞ്ചായത്തിൽ ഗുണനിലവാരമില്ലാത്ത വഴിവിളക്കുകൾ സ്ഥാപിച്ചു. വഴിവിളക്കുകൾ ഏറിയ പങ്കും അറ്റകുറ്റപ്പണി നടത്താതെ കേടായി കിടക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതി വേണ്ടത്ര രീതിയിൽ നടപ്പായില്ല. ശുചിത്വ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തിയില്ല.
UDF അധികാരത്തിൽ വന്ന സമയങ്ങളിൽ അധികാര വടംവലി മാത്രമായിരുന്നു. ഭരണസമിതിയുടെ പഞ്ചായത്ത് ഭരണത്തിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാറ്റം മാത്രമാണെന്നും വിവിധ പദ്ധതികൾ നടത്തിപ്പുകൾ പേരിനു മാത്രമായെന്നും ആനി കുറ്റപ്പെടുത്തി. 15 വർഷക്കാലം പഞ്ചായത്തിൽ നടന്നത് വികസന മുരടിപ്പും ദുർഭരണവും. പഞ്ചായത്തിന്റെ സാമ്പത്തിക ധനസഹായങ്ങൾ അർഹരുടെ കൈകളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായും പ്രതിപക്ഷാംഗം കൂട്ടിച്ചേർത്തു. വികസന പ്രവർത്തനങ്ങൾ എന്നാൽ ഏതെങ്കിലും ഒരു പോക്കറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നും തന്നെ പുതിയതായ ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാനോ അത് പൂർത്തീകരിച്ച് വിജയിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. താഴെത്തട്ടിലുള്ള ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇന്നും ചാലിശ്ശേരിയിൽ വളരെ ശോചനീയമായ രീതിയിൽ തുടരുകയാണ്. ഇവിടെ പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ, ചാലിശ്ശേരിയുടെ കമ്മ്യൂണിറ്റി ഹാൾ, വളരെ ചെറിയ വാടകയിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന ഈ കമ്മ്യൂണിറ്റി ഹാൾ പോലും ഈ 15 വർഷക്കാലമായി ഒരു അറ്റകുറ്റപ്പണി വിവിധങ്ങളായ ഫണ്ടുകൾ അനുവദിക്കാതെ സാധാരണക്കാർക്ക് പുറത്തുനിന്നും സാധനങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരു പരിപാടി നടത്തേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിറ്റി ഹാളിനെ അവർ കൊണ്ടെത്തിച്ചു. എന്തായാലും ഭരണം നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും നിർണായക സാന്നിധ്യമാകാൻ BJPയും സർവ്വസന്നാഹങ്ങളുമായി പൊരുതുമ്പോൾ ചാലിശ്ശേരിയുടെ തദ്ദേശപ്പോരിലെ വിജയം പ്രവചനാതീതമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിൽ 77 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. LDFിലും UDFിലുമായി 18ഓളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. V4 പട്ടാമ്പിയുടെ കോൺഗ്രസിലേക്കുള്ള മടക്കവും നഗരസഭയിലെ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ്. 29 ഡിവിഷനുകൾ, 77 സ്ഥാനാർത്ഥികൾ. പട്ടാമ്പി നഗരസഭയിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 29 ഡിവിഷനിലും UDFും LDFും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. 18 ഡിവിഷനുകളിൽ BJPയും മത്സരരംഗത്തുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട്. പല വാർഡുകളിലും LDFും UDFും നേരിട്ടുള്ള മത്സരമാണ്. 18 ഇടങ്ങളിൽ ത്രികോണ മത്സരവുമാണ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TP ഷാജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന V4 പട്ടാമ്പി LDFിനൊപ്പമായിരുന്നുവെങ്കിൽ ഇത്തവണ V4 കൂട്ടായ്മ കോൺഗ്രസിൽ ലയിച്ചിരിക്കുകയാണ്. നിലവിലെ ഭരണസമിതിയിലെ വൈസ് ചെയർമാനായിരുന്ന TP ഷാജി, മറ്റു കൗൺസിലർമാരായിരുന്ന C സംഗീത, KR നാരായണസ്വാമി, മുൻ മെമ്പർമാരായിരുന്ന ലതാകുമാരി, CP സജാദ്, സുനിത തുടങ്ങിയവർ ഇത്തവണ UDFിന് വേണ്ടി മത്സരരംഗത്തുണ്ട്. നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന വിജയകുമാർ, കവിത, P ആനന്ദവല്ലി, മുൻ മെമ്പറായിരുന്ന മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർ LDFിനായി മത്സരരംഗത്തുണ്ട്. NDAക്കായി മുൻ കൗൺസിലർ ഗിരിജയും നേതാക്കളായ സുമാ സത്യൻ ഉൾപ്പെടെയുള്ളവരും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണകോട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കൈവിട്ട നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുവാൻ UDFിന്റെ ശ്രമം. വലിയൊരു മാറ്റം NDയും ലക്ഷ്യമിടുന്നു. പട്ടാമ്പി നഗരസഭയിലെ 27ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. പട്ടാമ്പി നഗരസഭയിലെ 27ാം വാർഡ് തോട്ടുങ്ങൽ സിറ്റിയിലെ NDA സ്ഥാനാർത്ഥി നളിനി ഹരിദാസിന്റെ പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ശങ്കരമംഗലം, അങ്ങാടിക്കാവ് പരിസരങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. സ്ഥാനാർത്ഥിയുടെ ചിത്രത്തോടു കൂടിയ ബോർഡ് കീറുകയും ടാർ ഒഴിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് പരാതി. പരാജയഭീതിയിലാണ് ചിലർ ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് BJP നേതാക്കൾ ആരോപിച്ചത്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും BJP ആവശ്യപ്പെട്ടു. മുൻ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിലുള്ള പ്രവർത്തികൾ നടന്നിട്ടുണ്ടെന്നും BJP നേതാക്കൾ ആരോപിച്ചു. പരാജയഭീതി പൂണ്ട CPM ആസൂത്രിതമായി കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഈ 27ാം വാർഡിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2015 ഇലക്ഷനിലും അതുപോലെ 2020 ഇലക്ഷനിലും ഇതേ പ്രവർത്തനം ഇവിടെ ഈ CPM പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ BJP ശക്തമായി അന്നും പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കിത് കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ടൊക്കെ ചെയ്യിക്കാം, പക്ഷേ അതിൽ കാര്യമില്ല. ഭരണ സംവിധാനം അവരുടെ കൂടെ ആയതുകൊണ്ട് നമ്മൾ പ്രവർത്തകർ സംയമനം കൈവിടാതെ നമ്മൾ എല്ലാ വീടുകളിലും ഈ കാര്യം എത്തിക്കാനുള്ള സംവിധാനം മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തകർ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ ജയിക്കുന്നത് 100% വിശ്വാസമുണ്ട്. അത് CPM പ്രവർത്തകർ അറിഞ്ഞതുകൊണ്ടാണ് ഈ ജാതി പ്രവർത്തനങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരാജയം മണത്തതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം. ഈ 27ാം വാർഡിൽ 3 ഭാഗങ്ങളിലായിട്ട് ഫ്ലക്സ് കീറി നശിപ്പിക്കുകയും അതുപോലെ ടാർ ഒഴിച്ച് മുഖം വികൃതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊപ്പത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. 3 സ്ഥാപനങ്ങളിലാണ് മോഷ്ടാവ് കയറിയിട്ടുള്ളത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊപ്പം ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. 3 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷ്ടാവ് കയറിയിരിക്കുന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനങ്ങളിലെ CCTV പതിഞ്ഞിട്ടുണ്ട്. കൊപ്പം മുളയങ്കാവ് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ഇലക്ട്രോണിക്സ്, AS ട്രേഡേഴ്സ്, ആൽബർഗ് ഫാഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം ഉണ്ടായിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പൂട്ടുകൾ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. ഇതിൽ ഗ്രാൻഡ് ഇലക്ട്രിക്സിൽ നിന്നും 6000-ഓളം രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. മറ്റു 2 സ്ഥാപനങ്ങളിൽ നിന്നും കാര്യമായൊന്നും മോഷണം പോയിട്ടില്ലെന്നാണ്
സ്ഥാപന അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വ്യാപാരി നേതാക്കളും മോഷണം നടന്ന കടകളിൽ സന്ദർശിച്ചു. ഒരാഴ്ച മുന്നെയാണ് തിരുവേഗപ്പുറയിലും സമാനമായ രീതിയിൽ മോഷണം നടന്നത്. 3 ഇവിടെ മോഷണം അരങ്ങേറിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊപ്പത്തും മോഷണ പരമ്പര അരങ്ങേറിയിരിക്കുന്നത്. നാട്ടുകാരുടെ കണ്ണിൽപ്പെട്ടതോടെ റോഡരികിലെ മരത്തിൽ കയറി ഒളിച്ചിരുന്ന ഭീമൻ പെരുമ്പാമ്പിനെ ഒടുവിൽ പിടികൂടി. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തെ പെട്രോൾ പമ്പിനോട് ചേർന്നായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തെ പെട്രോൾ പമ്പിനോട് ചേർന്ന റോഡരികിൽ യാത്രക്കാർ ഭീമൻ പെരുമ്പാമ്പിനെ കാണുന്നത്. ആളുകളുടെ കണ്ണിൽപ്പെട്ടെന്ന് ഉറപ്പായതോടെ പാമ്പ് ഇഴഞ്ഞ് അടുത്തുള്ള മരത്തിൽ കയറി ഒളിച്ചു. സംഭവമറിഞ്ഞ് നാട്ടുകാർ ടോർച്ചുകളും എമർജൻസി ലൈറ്റുകളുമായി സ്ഥലത്തെത്തിയെങ്കിലും പെരുമ്പാമ്പ് മരത്തിന് മുകളിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. തുടർന്ന് നാട്ടുകാർ പട്ടാമ്പി ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാടിനെ വിവരമറിയിച്ചു. സുധീഷിന്റെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരത്തിൽ കയറി പാമ്പിനെ താഴെയിറക്കി. 8 അടിയിലേറെ നീളം വരുന്ന ഭീമൻ പെരുമ്പാമ്പിനെ സംഭവസ്ഥലത്തു നിന്നും മാറ്റി പിന്നീട് വനമേഖലയിൽ തുറന്നുവിട്ടു. വല്ലപ്പുഴയിൽ കോൺഗ്രസ് നേതാവായിരുന്ന KV പ്രഭാകരൻ നമ്പ്യാരെ അനുസ്മരിച്ചു. DCC സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് KV പ്രഭാകരൻ നമ്പ്യാരെയാണ് വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചത്. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോഴൊക്കെ ആളുകൾക്കിടയിൽ വെച്ച് അദ്ദേഹത്തിൽ നിന്നും ശാസന കേൾക്കേണ്ടി വന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. പക്ഷേ അങ്ങനെ ശാസിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ പ്രവർത്തകർക്കൊക്കെ വലിയ സ്ഥാനം നൽകാനും അവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലുമൊക്കെ പങ്കുചേരാനുമുള്ളൊരു വലിയ വിശാലമായ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ എല്ലാ മനസ്സിൽ അദ്ദേഹം ഒരു ജീവിക്കുന്ന ഓർമ്മയായി നിലനിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഭാകരൻ നമ്പ്യാരുടെ ഓർമ്മകൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ നമുക്ക് പ്രചോദനമാകണം എന്നുള്ളതാണ്. ദീർഘകാലം വല്ലപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുകയും പലപ്പോഴും പ്രതിപക്ഷം പോലുമില്ലാത്ത ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് അത്രമാത്രം എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന സ്വീകാര്യത കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടും വിധം നയിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃപാടവമായി. ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ മനം മടുത്തിരിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ എല്ലാ നാട്ടിലുള്ളത്. ഒരു നേട്ടവും പറയാനില്ലാതെ ഇപ്പോ ആകെ ഇടതുപക്ഷത്തിന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും പറയുന്നൊരു കാര്യം പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. 400 രൂപ അധികാരമേറി 4.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ചാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് സേതു കോടനാട് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് രാമദാസ്, ദാവൂദ് കളത്തിൽ, അബ്ദുഹാജി കോമഞ്ചേരി, നാസർ ചുരക്കോട്, M വിജയകുമാർ, CT യൂസഫ്, MT ഉമ്മർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പെരുമണ്ണൂർ പഴയിടത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കുമാരഷഷ്ഠി വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അഭിഷേകം, നവകാഭിഷേകം, പ്രഭാതഭക്ഷണം എന്നിവയുണ്ടായി. സോപാന സംഗീതം പെരിങ്ങോട് മണികണ്ഠനും ശിഷ്യ അവതരിപ്പിച്ചു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ഭജന, കർപ്പൂരാട്ടം, പാനകപൂജ എന്നിവയുമുണ്ടായി. ക്ഷേത്രം മേൽശാന്തി വേണാട്ടുമന പരമേശ്വരൻ നമ്പൂതിരി, ശാന്തി സഞ്ജയ് പാഠക് എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.